ഹലോ ഗൈസ്, പുറത്ത് ഭയങ്കര മഴയാണ്. അപ്പോൾ അകത്തിരിക്കണ ഉമ്മച്ചിക്ക് ഭയങ്കര ആഗ്രഹം അവിൽ ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. വെറും അവിൽ ഷേക്കല്ലട്ടോ, നല്ല തണുത്ത അവിൽ ഷേക്കേ. വീട്ടിലാകെ പാടെ പഴം മാത്രമേ ഉണ്ടായുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ വാപ്പിച്ചിനെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടാ. നമുക്ക് ഏതായാലും ഇത് ഉണ്ടാക്കാം. അപ്പോൾ ഉണ്ടാക്കണതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കിണ്ണത്തിലോട്ട് കുറച്ച് പഴം എടുത്തിട്ടുണ്ട്. അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോട്ടാ. ഈ പഴം ഞാൻ എന്താ ഫോർക്ക് വെച്ച് ആക്കാൻ നോക്കി, പക്ഷെ ആവാത്തതുകൊണ്ട് ഞാൻ ഈ അമ്മിക്കുട്ടിയെ ചിടിച്ചിടിച്ച് പരത്തനാണ്. അത്യാവശ്യം പഴുപ്പായിട്ടില്ല കേട്ടോ പഴം. എനിക്ക് ചതക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഉമ്മച്ചിക്ക് കൊടുത്ത് ഉമ്മച്ചിനെ കൊണ്ട് ചതപ്പിച്ചേ. പിന്നെ ഞാൻ നല്ല ഫാഷനിൽ പാലൊഴിച്ചിട്ടാ. പാല് ഇനി കൊട്ടിപ്പോയായിരുന്നു എൻ്റെ തലക്കെട്ട് അടിയിട്ടേനെ, അത് വേറെ കാര്യം. ഇനി നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പഞ്ചസാര ഇല്ലാണ്ട് എന്ത് പരിപാടി. അപ്പോൾ പഞ്ചസാര ഇട്ട് 2 കലക്കും കലക്കി ഞാൻ എന്താ 2 പാക്കറ്റ് ബൂസ്റ്റ് ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇതാ ഈ മിക്സിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്കിനി ഡെക്കറേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ 4 ഗ്ലാസ്സിന് പകരം ഞാൻ 2 ഗ്ലാസ് കൂടെ എടുത്തിട്ടുള്ളൂ, കാരണം നിങ്ങളത് കാണിച്ചാൽ പോരെ, എന്തിനാണ് മൊത്തം കൂടെ കാണിച്ച് വെറുതെ ലാഗാക്കണത്. അപ്പോൾ ഇതാ ഇത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ ആ മിക്സ് ഇട്ട് കൊടുത്ത്, പിന്നെ വറുത്ത് വെച്ച അവൽ വിടണം. പിന്നെ നമ്മളിതാ ഈ കപ്പലണ്ടി ഇങ്ങിരിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ തന്നെ വറുത്തതാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി വീണ്ടും നമ്മൾ ആ പ്രോസസ്സിനെ റിപ്പീറ്റ് ചെയ്യണം. ആദ്യം മിക്സ്, പിന്നെ അവിൽ, പിന്നെ വീണ്ടും കപ്പലണ്ടി, ഇങ്ങനെ ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ എന്താ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഐസ്ക്രീം ഇട്ട് കൊടുക്കണ്ടായിരുന്നു. ഒരു 10 രൂപയുടെ ഐസ്ക്രീം രണ്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഇട്ട് കൊടുത്ത്. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ട്യൂട്ടി ഫ്രൂട്ടി, എനിക്ക് ആ സംഭവം അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ വളരെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്തോ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അത്ര ഇട്ട് കൊടുത്തുള്ളൂ. പിന്നെ ലാസ്റ്റായിട്ട് കപ്പലണ്ടിയും കൂടി. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് സെറ്റായി, പിന്നെ നമ്മൾ വീണ്ടും 1 ഗ്ലാസും കൂടെ സെറ്റാക്കി. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വന്നിട്ട് അടിപൊളി സാധനം വരുന്നു കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ, ബാക്കി നെക്സ്റ്റ് ഡേ.